എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഐ വാണ്ട് ടു, നമ്മുടെ ആവശ്യം ആഗ്രഹമൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വാണ്ട് ടു യൂസ് ചെയ്യുന്നത് ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. അല്ലെങ്കിൽ നമുക്ക് വുഡ് ലൈക്ക് യൂസ് ചെയ്തും പറയാം. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി എന്നും പറയാം. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഈ സെന്റൻസ് പറയാം. ഇനി നമ്മൾ ഇതിനോടകം പറയാണ് പക്ഷെ എനിക്കതിനുള്ള സാഹചര്യമില്ല എന്നുള്ളത്. ബട്ട് ഐ ഡോണ്ട് ഹാവ് ദ സിറ്റുവേഷൻ ഫോർ ദാറ്റ്. എനിക്കതിനുള്ള സാഹചര്യമില്ല. ഇനി ഈ സാഹചര്യം എന്നുള്ളതിന് നമുക്ക് 3 വേർഡ് പഠിച്ചു വെക്കാം. സിറ്റുവേഷൻ എന്ന് പറയാം, അതുപോലെ തന്നെ ബട്ട് ഐ ഡോണ്ട് ഹാവ് ദ എൻവയോൺമെന്റ് ഫോർ ദാറ്റ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ എൻവയോൺമെന്റ്, ഓപ്പർച്യൂണിറ്റി, അതുപോലെ സിറ്റുവേഷൻ, ഇതൊക്കെ നമുക്ക് എന്തിന് യൂസ് ചെയ്യാം? സാഹചര്യം എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയെങ്കിലും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും അല്ലേ? നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും സംസാരിക്കും. ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ കാര്യവും നമ്മൾ നേടിയെടുക്കും. അപ്പം എങ്ങനെയെങ്കിലും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. എങ്ങനെ പറയാം? ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയാം. ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് സംഹൗ. സംഹൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്നാണ്. അപ്പം ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് സംഹൗ. ഏതായാലും ഇംഗ്ലീഷ് പഠിക്കണം അല്ലേ? ഏതായാലും എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിവേ ഐ മസ്റ്റ് ലേൺ ഇംഗ്ലീഷ്. എനിവേ ഐ മസ്റ്റ് ലേൺ ഇംഗ്ലീഷ്. ഏതായാലും എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ. ഐ മസ്റ്റ് ലേൺ ഇംഗ്ലീഷ്. ഐ ഹാവ് ടു ലേൺ ഇംഗ്ലീഷ്. ഐ നീഡ് ടു ലേൺ ഇംഗ്ലീഷ്. ഇങ്ങനെ 3 രീതിയിൽ നമുക്കിത് പറയാനായിട്ട് പറ്റും. കാരണം എന്താ? നമുക്ക് നിർബന്ധമായിട്ടും അത് പഠിച്ചേ പറ്റൂ എന്നുള്ളത് നമ്മുടെ അത്യാവശ്യമാണ്, ആവശ്യമാണ്, നിർബന്ധമാണ് അല്ലേ? ഐ മസ്റ്റ് ലേൺ ഇംഗ്ലീഷ്. ഐ ഹാവ് ടു ലേൺ ഇംഗ്ലീഷ്. ഐ നീഡ് ടു ലേൺ ഇംഗ്ലീഷ്. ഓക്കെ.